ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് നെഗറ്റീവ് ആയിരിക്കും കേട്ടോ, വേണമെങ്കിൽ കണ്ടാൽ മതി. ഞാൻ വെറുതെ പറഞ്ഞാണ്. അതായത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നെഗറ്റീവ് കീവേഡ്സിനെ പറ്റിയിട്ടാണ്. എന്താണ് നെഗറ്റീവ് കീവേഡ്സ്? എൻ്റെ അഭിപ്രായത്തിൽ ഗൂഗിൾ ആഡ്സ് ഓഫർ ചെയ്യുന്ന ഏറ്റവും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഫീച്ചറാണ് നെഗറ്റീവ് കീവേഡ്സ് എന്ന് പറയുന്നത്. അത് വേറെ ഒന്നും കണ്ടല്ല. ഇപ്പോൾ നമ്മൾ ഒരു ക്യാമ്പയിൻ റൺ ചെയ്യാണ്, ഒരു സെർച്ച് ക്യാമ്പയിനാണ് റൺ ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ അഡിഡാസ് ഷൂസ് ആണ് നമ്മൾ വിൽക്കുന്നതെന്ന് വിചാരിക്കുക. നിങ്ങളൊരു ഷൂസിൻ്റെ സ്റ്റോറാണ്, അപ്പോൾ അതിൽ അഡിഡാസ് ഷൂസ് നിങ്ങൾക്ക് അതിന് വേണ്ടി പരസ്യം ചെയ്യാൻ പോവാണ്. അപ്പോൾ ആരെങ്കിലും വന്നിട്ട് അഡിഡാസ് ഷൂസ് സെയിൽ അല്ലെങ്കിൽ അഡിഡാസ് ഡിസ്കൗണ്ട്, മനസ്സിലായി, ഇങ്ങനത്തെയൊക്കെ ഒരു ബൈ അഡിഡാസ് ഷൂസ്, മനസ്സിലായില്ലേ, അഡിഡാസ് ഷൂസ് ഓൺലൈൻ, അങ്ങനത്തെയൊക്കെ കീവേഡ്സിൽ ആരെങ്കിലും സെർച്ച് ചെയ്താൽ നമ്മളുടെ സെർച്ചാൽ അവിടെ പൊങ്ങി വരാം. അതിനൊരു തെറ്റുമില്ല, ഒരു കുഴപ്പമില്ല. അത് ചില ആൾക്കാർ ഇപ്പോൾ സെർച്ച് ചെയ്യുന്നുണ്ടാവും ഹൗ ടു മേക്ക് അഡിഡാസ് ഷൂസ്, അഡിഡാസ് ഷൂസ് മെറ്റീരിയൽ, മനസ്സിലായി. ഇങ്ങനത്തെ കാര്യങ്ങൾ അഡിഡാസ് ഷൂസ് വാങ്ങാൻ വരുന്ന ആൾക്കാരല്ല, അവർ വേറെന്തൊക്കെയോ തേടി വരുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരിലേക്ക് നമ്മൾ പരസ്യം എത്തിക്കരുത്, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഗൂഗിൾ ആഡ്സിനോട് പറയാണ്, ഗൂഗിളെ ഇങ്ങനത്തെ കീവേഡ്സിൽ എന്ത് ചെയ്യരുത്, നമ്മൾ പരസ്യം കാണിക്കരുത് എന്ന് പറയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കീവേഡ്സ്, നെഗറ്റീവ് കീവേഡ് സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ ആയിട്ട് ക്യാമ്പയിൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ആർട്സ് റിക്രൂട്ട്മെന്റ്, സ്പോർട്സ് റിക്രൂട്ട്മെന്റ്, സ്കൂൾ റിക്രൂട്ട്മെന്റ്. അതായത് ഇത് സാമ്പിളാണ്. ഒരു കിഡ്സ് ക്ലബിന് വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. അപ്പോൾ ആ അക്കൗണ്ടിൽ നമ്മൾ ആർട്സിന് കുട്ടികളെടുക്കുന്നുണ്ട്, സ്പോർട്സിന് കുട്ടികളെടുക്കുന്നുണ്ട്, സ്കൂൾ ഹോംവർക്കിന് വേണ്ടിയിട്ടൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി കുട്ടികളെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ കീവേഡ്സ് ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് നോക്കാം. ഇപ്പോൾ നമ്മൾ എന്താ പറയാ, സ്പോർട്സ് റിക്രൂട്ട്മെന്റ് ക്യാമ്പയിൻ എടുത്ത് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഓക്കെ, അപ്പോൾ ആഡ് ഗ്രൂപ്പ്, 2 തരം ആഡ് ഗ്രൂപ്പ്സ് ഉണ്ട്, ഫുട്ബോൾ, ബാസ്കറ്റ് ബോൾ. അപ്പോൾ ബാസ്കറ്റ് ബോളിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന കീവേഡ്സ് ബാസ്കറ്റ് ബോൾ ക്ലബ്ബ്. ഇന്ന 2 കീവേഡ്സിൽ എന്ത് വന്നോട്ടെ, സെർച്ചുകൾ വന്നോട്ടെ. ആരെങ്കിലും വന്നിട്ട് ബാസ്കറ്റ് ബോൾ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബാസ്കറ്റ് ബോൾ ക്ലബ്ബ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പരസ്യം അവിടെ കയറി വരാം എന്നാണ് ഞാൻ ഗൂഗിളിനോട് പറയുന്നത്. ഈ സെർച്ച് കീവേഡ്സിൽ ഞാൻ കൊടുത്ത കീവേഡ്സ് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ചില കീവേഡ്സ് ഉണ്ടല്ലോ, ആ കീവേഡ്സിൽ എന്ത് വരരുത്, പരസ്യം വരരുത്. ഫോർ എക്സാമ്പിൾ ഹൗ ടു മേക്ക് എ ബാസ്കറ്റ് ബോൾ എന്ന് ഒരാൾ സെർച്ച് ചെയ്യാണ്, മനസ്സിലായില്ല, ആ കീവേഡ് തന്നെയല്ലേ, ബാസ്കറ്റ് ബോളിന് കീവേഡ് ഉണ്ടല്ലോ. അപ്പൊ ഗൂഗിൾ ചിലപ്പോൾ എന്ത് നമ്മളെ പരസ്യം അവർ കാണിക്കും. അങ്ങനെ കാണിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ഗൂഗിളോട് അത് പറയണം, മനസ്സിലായില്ലേ? ആ പറയേണ്ട രീതിയാണ് നെഗറ്റീവ് കീവേഡ്സ്, മനസ്സിലായ? അപ്പൊ ഹൗ ടു മേക്ക് എ ബാസ്കറ്റ് ബോൾ, അല്ലെങ്കിൽ ബാസ്കറ്റ് ബോൾ ജെർസി, ബാസ്കറ്റ് ബോൾ ഫോർ സെയിൽ, ഡിസ്കൗണ്ടഡ് ബാസ്കറ്റ് ബോൾ, അങ്ങനെയൊക്കെ പല ആൾക്കാരും എന്താണ് ഈ ബാസ്കറ്റ് ബോൾ ക്ലബ്ബ് ബന്ധപ്പെട്ട് തന്നെ എന്തായിരിക്കും സെർച്ച് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ബാസ്കറ്റ് ബോൾ ഫോർ അഡൾട്ട്സ് വരരുത്, നമ്മൾ കിഡ്സിന്റെ ബാസ്കറ്റ് ക്ലബ്ബാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനത്തെ കീവേഡ്സ് നമ്മൾ ഗൂഗിളെ പരസ്യം കാണിക്കരുതെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇവിടെ നെഗറ്റീവ് കീവേഡ്സ് എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് ഉണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ പ്ലസ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇതിവിടെ പ്ലസ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു സംഭവം പൊങ്ങി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നമുക്കൊരു നെഗറ്റീവ് കീവേഡ് ലിസ്റ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കീവേഡ്സ് കൊടുക്കാം. ഈ കീവേഡ്സിലേക്ക് ഗൂഗിളെ പരസ്യം കാണിക്കില്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ആദ്യം ചെയ്യേണ്ടത് നമുക്ക് നെഗറ്റീവ് കീവേഡ്സ് കൊടുക്കാം, എന്നിട്ട് ലിസ്റ്റ് ഉണ്ടാക്കണം എങ്ങനെയെന്ന് പറഞ്ഞുതരാം. അപ്പോൾ കീവേഡ്സ് എന്തൊക്കെയായിരിക്കും? ഹൗ ടു മേക്ക് ബാസ്കറ്റ്, അല്ല, ഹൗ ടു മേക്ക് ബാസ്കറ്റ് ബോൾ എന്ന് എഴുതിട്ടുണ്ട്, ഹൗ ടു മേക്ക് എന്ന് മാത്രം മതി. അല്ല, ഹൗ ടു മേക്ക് ബാസ്കറ്റ് ബോൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാലേ, ആ ബാസ്കറ്റ് ബോൾ എന്ന് പറഞ്ഞ കീവേഡ് നെഗറ്റീവ് കീവേഡ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ സ്ഥലത്ത് ബാസ്കറ്റ് ബോൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കോൺഫ്ലിക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഒന്ന് സൂക്ഷിക്കണം. ഹൗ ടു മേക്ക് ഒരു ബന്ധമില്ലല്ലോ, പക്ഷെ എന്നാലും എന്താ പറയാ, ഹൗ ടു മേക്ക് എന്ന കീവേഡിൽ എന്ത് വരരുത്, നമ്മൾ പരസ്യം കാണിക്കരുത്. അപ്പൊ ഹൗ ടു മേക്ക്. ഇനി ഡിസ്കൗണ്ട്, ആരെങ്കിലും ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ കീവേഡിൽ ബാസ്കറ്റ് ബോൾ ഡിസ്കൗണ്ട്, ബാസ്കറ്റ് ഫോർ സെയിൽ, ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ മെറ്റീരിയൽ, ബാസ്കറ്റ് ബോൾ മെറ്റീരിയൽ ആരെങ്കിലും സെർച്ച് ചെയ്യുന്നുണ്ടാവും, അവർക്ക് നമ്മൾ പരസ്യം കാണിക്കണം. വേണ്ട, കാണിക്കണ്ട, മനസ്സിലായില്ലേ? നമുക്ക് കാണിക്കണ്ട, മനസ്സിലായി? അപ്പൊ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ട് ഏതൊക്കെ തരം തെറ്റായ സെർച്ചസ് വരാം, ഏതൊക്കെ കീവേഡ്സിൽ അത് വരാം, നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് എടുക്കണം. അതിന്റെ ഒരു മെന്റൽ തോട്ട് പ്രോസസ്സാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായില്ല? അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, നിങ്ങൾ നെഗറ്റീവ് വേർഡ്സ് ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് നിങ്ങൾ സേവ് ക്ലിക്ക് ചെയ്യണം. അപ്പൊ സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ക്യാമ്പയിനിൽ സ്പോർട്സ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ ക്യാമ്പയിനിൽ ബാസ്കറ്റ് ബോൾ എന്ന് പറയുന്ന ആഡ് ഗ്രൂപ്പിന്റെ അകത്ത് ഇതെന്താണ്, ഒരു കീവേഡ്സ് ആയിട്ട് വരും. ഇവിടെ പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര വേണം കീവേഡ്സ് വേണമെങ്കിൽ ചേർത്തോണ്ടേ ഇരിക്കാം.
പിന്നെ വേറൊരു ടെക്നിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, നെഗറ്റീവ് കീവേഡ്സ് ഉണ്ടെങ്കിൽ വേറെ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇവിടെ പോയിട്ട് സെർച്ച് ടേംസ് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പൊ 0 സെർച്ച് ടേംസ് ആണ് അത്, കാരണം ഈ ക്യാമ്പയിൻ ഒരു സാമ്പിൾ ആണ്, റൺ ചെയ്തിട്ടില്ല. ഇനി സപ്പോസ് നിങ്ങളൊരു ക്യാമ്പയിൻ സെറ്റ് ആക്കി നിങ്ങൾ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല ആൾക്കാർ വന്നിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമല്ലോ, ഈ ബാസ്കറ്റ് ബോളിൽ ബന്ധപ്പെട്ട, മനസ്സിലല്ലേ? അപ്പൊ ബാസ്കറ്റ് ബോൾ ക്ലബ്ബ് ബന്ധപ്പെട്ട, അപ്പൊ അങ്ങനെ ആ കീവേഡ്സ് ഒക്കെ ഇവിടെ ഇങ്ങനെ വരും. ആൾക്കാർ സെർച്ച് ചെയ്യുന്ന കീവേഡ്സ് അവർ സെർച്ച് ചെയ്തു, അതിലേക്ക് നമ്മൾ പരസ്യം കാണിച്ചു, മനസ്സിലായില്ലേ? അങ്ങനെ സെർച്ച് ചെയ്തതായിട്ടും നമ്മൾ പരസ്യം കാണിച്ചതായിട്ടുള്ള കീവേഡ്സ് ഇവിടെ സെർച്ച് ടേംസ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് വരും. അങ്ങനെ ഒരു 10-20 ലിസ്റ്റ് അല്ലെങ്കിൽ 100 കണക്കിന് ഒരു ലിസ്റ്റ് വരും. അപ്പൊ ഇത് നിങ്ങൾ ഓരോന്നും നോക്കി ഏതൊക്കെ ആയിരിക്കണം നെഗറ്റീവ് കീവേഡ്സ് എന്ന് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ആഡ് ടു നെഗറ്റീവ് കീവേഡ്സ് പറഞ്ഞ ബട്ടൺ വരും. അത് ക്ലിക്ക് ചെയ്താൽ നേരെ ആ നെഗറ്റീവ് കീവേഡ്സിലേക്ക് പോകും, മനസ്സിലായില്ലേ? ഇനി ആ കീവേഡ്സിലേക്ക് എന്ത് വരത്തില്ല, നമ്മൾ സെർച്ചസ് വരത്തില്ല. അപ്പൊ ഇതൊരു ടെക്നിക്കാണ്, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലായില്ലേ? ഇപ്പൊ ഗൂഗിൾ ആഡ്സ് ഒരു തവണ നിങ്ങൾ ചിലപ്പോൾ ആയിരിക്കുന്നുണ്ടാവും, ഒരു തവണ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് സെറ്റ് ചെയ്തു, ക്യാമ്പയിൻ സെറ്റ് ചെയ്തു, കീവേഡ് സെറ്റ് ചെയ്തു, ആഡ് സെറ്റ്, പിന്നെ ഇതിനെ ഗൂഗിൾ ആഡ്സ് പോയി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ വീണ്ടും വന്നിട്ട് സെർച്ച് ടേംസ് നിങ്ങൾക്ക് നോക്കണം. സെർച്ച് ടേംസ് ഏതെങ്കിലും തെറ്റായ സെർച്ചസ് വരുന്നുണ്ടോ, അനാവശ്യമായ കീവേഡ്സ് വരുന്നുണ്ടോ, അവിടെയൊക്കെ ചിലപ്പോൾ നമ്മൾ പരസ്യം കാണിച്ച ആൾക്കാരെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ നിന്ന് കാശ് പോകുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ വന്നിട്ട് ഓരോന്ന് എടുത്തിട്ട് നെഗറ്റീവ് കീവേഡ്സിലേക്ക് ആക്കിക്കൊണ്ടിരിക്കണം. പിന്നെ വേറൊരു മെത്തഡ് ഉള്ളത് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 മെത്തഡ് ഉണ്ടെന്ന്. രണ്ടാമത്തെ മെത്തഡ് എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് കീവേഡ് ലിസ്റ്റ് ഉണ്ടാക്കുക. അപ്പൊ നിങ്ങൾ ഇവിടെ ടൂൾസ് ആൻഡ് സെറ്റിംഗ്സിൽ വന്നിട്ട് ഈ ഷാഡോ ലൈബ്രറിന്റെ അവിടെ വന്നിട്ട് നെഗറ്റീവ് കീവേഡ് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ക്യാമ്പയിനിൽ ലിസ്റ്റ് ഒന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പ്ലസ് അമർത്തി കഴിഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ ഇത് ബാസ്കറ്റ് ബോളിന് വേണ്ടിയിട്ടാണ്, ബാസ്കറ്റ് ബോൾ ക്ലബിന് വേണ്ടിയിട്ടാണ്, മനസ്സിലായില്ലേ? ബാസ്കറ്റ് ബോൾ ക്ലബിന് വേണ്ടിയിട്ടുള്ള എല്ലാ കീവേഡ്സ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഹൗ ടു മേക്ക് വരണ്ട, സെയിൽ വരണ്ട, ഡിസ്കൗണ്ട് വരണ്ട, മെറ്റീരിയൽ വരണ്ട, പിന്നെ എന്താണ് കളർ, ബാസ്കറ്റ്ബോൾ കളർ അല്ലെങ്കിൽ ബാസ്കറ്റ്ബോൾ ഇമേജസ് ചില ആൾക്കാർ സെർച്ച് ചെയ്യുന്നുണ്ട്, ബാസ്കറ്റ്ബോൾ വാൾപേപ്പർ ചില ആൾക്കാർ സെർച്ച് ചെയ്യുന്നുണ്ടാവും. ഇവിടെ ഒന്നും എന്ത് വരരുത്, പരസ്യം കാണിക്കണ്ട. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യും, ഞാൻ സേവ് ചെയ്യും, മനസ്സിലായില്ലേ? എനിക്ക് ഇതേപോലെ എത്ര ലിസ്റ്റ് വേണമെങ്കിലും ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ ഫുട്ബോൾ എന്ന് പറഞ്ഞൊരു ആഡ് ഗ്രൂപ്പ് ഇതിലുണ്ട്. അപ്പൊ ഫുട്ബോൾ എന്ന് പറഞ്ഞൊരു കീവേഡ് ലിസ്റ്റ് ഉണ്ടാക്കുക. എന്നിട്ട് എന്താണ്, ഇപ്പൊ ഹൗ ടു മേക്ക് ഡിസ്കൗണ്ട്, പ്ലെയേഴ്സ്, ഫുട്ബോൾ പ്ലെയേഴ്സിനെ പറ്റി ഇവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ ഫുട്ബോൾ എന്ന് കീവേഡ് ഇടരുത്, ചിലപ്പോൾ അത് കോൺഫ്ലിക്ട് ചെയ്യും. ഇപ്പൊ ജെർസി ആവാം. അങ്ങനെ പല കീവേഡ്സ്. ഈ കീവേഡ്സിലൊന്നും നമ്മൾ ഫുട്ബോൾ ക്ലബ്ബായിട്ട് ഒരു ബന്ധമില്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് അങ്ങനത്തെ കീവേഡ്സ് ഇവിടെ കൊടുക്കാം, എന്നിട്ട് സേവ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു, ഇത് ഒരു കീവേഡ് ലിസ്റ്റ് സേവ് ചെയ്തല്ലോ. നെക്സ്റ്റ് എന്ത് ചെയ്യണം, ഈ കീവേഡ് ലിസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ എന്താണ് ഫുട്ബോൾ എന്ന് പറഞ്ഞ കീവേഡ് നെഗറ്റീവ് കീവേഡ് ലിസ്റ്റ് ഉണ്ടാക്കില്ലേ, ഇത് എന്ത് ചെയ്യണം, ആ ക്യാമ്പയിനിലേക്ക് അറ്റാച്ച് ചെയ്യണ്ടേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ടു ക്യാമ്പയിൻസ് ക്ലിക്ക് ചെയ്യാം, മനസ്സിലായില്ലേ? എന്നിട്ട് ഏതാണ് നിങ്ങളുടെ ക്യാമ്പയിൻ, ഓക്കെ സ്പോർട്സ് റിക്രൂട്ട്മെന്റ് പറഞ്ഞ ക്യാമ്പയിനിന്റെ അകത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ ആവുമ്പോൾ എന്ത് സംഭവിക്കും, ഇതിൽ വരുന്ന നെഗറ്റീവ് കീവേഡ്സ് ഒന്നും ആ ക്യാമ്പയിനിൽ സെർച്ചിൽ വരത്തില്ല, മനസ്സിലായില്ലേ? ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞ ലിസ്റ്റിലെ നെഗറ്റീവ് കീവേഡ്സിൽ ആ ക്യാമ്പയിനിലുള്ള പരസ്യങ്ങൾ കാണിക്കത്തില്ല, ഗൂഗിൾ കാണിക്കത്തില്ല. ഗൂഗിൾ ഇനി ഭയങ്കര കെയർഫുൾ ആയിരിക്കും. ഇന്ന് പരസ്യം കാണിക്കില്ല ഗൂഗിൾ, മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് നെഗറ്റീവ് കീവേഡ് ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് കീവേഡ് സെറ്റ് ആക്കണത്, നെഗറ്റീവ് കീവേഡ് ലിസ്റ്റ് സെറ്റ് ആക്കണം നിങ്ങൾ പഠിച്ചല്ലോ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങൾ ഗൂഗിളിലെ CTR ഇമ്പ്രൂവ് ചെയ്യാനാണ്. CTR എന്ന് പറഞ്ഞിട്ടാണ് ക്ലിക്ക് ത്രൂ റേറ്റ്, മനസ്സിലായില്ലേ? നിങ്ങൾ നെഗറ്റീവ് കീവേഡ്സ് ഒന്നും കൊടുത്തില്ലെങ്കിൽ അനാവശ്യമായ ആൾക്കാരിലേക്ക് അനാവശ്യമായ പരസ്യങ്ങൾ എത്തിക്കൊണ്ട് അങ്ങനെ അനാവശ്യമായിട്ടുള്ള കാശ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഈ നെഗറ്റീവ് കീവേഡ് ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് കൂടുതൽ പോസിറ്റീവ് ആവുകയാണ്. പോസിറ്റീവ്, മനസ്സിലായില്ലേ? കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് വേണ്ട കീവേഡ്സിൽ നമുക്ക് വേണ്ട ആൾക്കാരെ മാത്രമേ നമ്മളുടെ പരസ്യം കാണുന്നുള്ളൂ. സോ നെഗറ്റീവ് കീവേഡ്സ് അത്ര നെഗറ്റീവായ കാര്യമല്ല, വളരെ പോസിറ്റീവായ കാര്യമാണ്. അപ്പൊ ഇത് നമ്മളുടെ ഈ ഫ്രീ ഗൂഗിൾ ആഡ്സ് കോഴ്സിലെ ഒരു പ്രധാനമായ വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേപോലെ ഇനി പുതിയ അടിപൊളി കിടലൻ വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ ഞാൻ ഒരു ഒരു ഫോം കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ ഞാൻ പേഴ്സണലി അത് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് കൊടുക്കുക, പബ്ലിക് ആയിട്ട് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് ഡാൻ and I'm signing off. Bye bye.